നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി അനേകം ഭക്തജനങ്ങൾ ആരാധനയ്ക്കായി എത്തിച്ചേരുന്നതുമായ ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ മാഞ്ഞൂരിൽ സ്ഥിതി ചെയ്യുന്ന മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. തെക്കൻ ഉപദ്വീപിൽ പെരുമാൾമാർ തങ്ങളുടെ സ്വാധീനം ചെലുത്തുന്നതിന് വളരെ മുൻപ് തന്നെ ഈ ക്ഷേത്രം നിലവിൽ വന്നതായി പറയപ്പെടുന്നു. ഈ ആരാധനാലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പെരുമാളിന് മുൻപുള്ള ചരിത്രരേഖകളിലും ധാരാളം പരാമർശങ്ങളുണ്ട്. മള്ളിയൂരിലെ ക്ഷിപ്രപ്രസാദിയായ മഹാഗണപതി ബീജഗണപതി സങ്കല്പത്തിലുള്ളതാണ്. പ്രപഞ്ചത്തിലെ ആദ്യ ഗണപതി സങ്കല്പവും ഗം എന്ന മൂലം കൊണ്ട് പൂജിക്കുന്നതുമായ ഗണപതിയെയാണ് ബീജഗണപതി എന്ന് പറയുന്നത്. അപൂർവ സങ്കല്പത്തിലുള്ള ബീജഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠയെങ്കിലും ഗണപതിയുടെ മടിയിലിരുന്ന് കഥ കേൾക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി താലോലിക്കുന്ന ബീജഗണപതി എന്ന സങ്കല്പം ഭാഗവതഹംസം ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസനാഫലമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. മറ്റൊരിടത്തും ഇങ്ങനെയൊരു സങ്കല്പവും കാണാൻ കഴിയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ അധ്യായത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാലങ്ങൾക്ക് മുൻപ് ദേശക്കാരുടെ ക്ഷേത്രമായിരുന്നു മള്ളിയൂർ. പിന്നീടത് ഊരാഴ്മക്കാരുടെ ക്ഷേത്രമായി മാറുകയായിരുന്നു. ഇവരുടെ ഇടയിൽ മഹാതപസ്വിയും ജ്ഞാനിയുമായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന് ഒരു ദേശാടനവേളയിൽ കിട്ടിയതാണ് ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയെ. വലമ്പരി രൂപത്തിലുള്ള ബീജഗണപതിയുടെ തുമ്പിക്കൈയിൽ മാതളനാരങ്ങ, ലഡ്ഡു, മഴു, കയർ എന്നിവയോടുകൂടിയാണ് പ്രതിഷ്ഠ. ക്ഷിപ്രപ്രസാദിയാണ് ഇവിടെ ഇരിക്കുന്ന വിഘ്നേശ്വരൻ. ഒരുപാട് ശോച്യാവസ്ഥയിലായിരുന്നു ഒരു കാലത്ത് മള്ളിയൂർ ക്ഷേത്രം. ഭഗവാന് നിത്യവുമുള്ള നിവേദ്യം പോലും കുറേ കാലം മുടങ്ങിക്കിടന്നിരുന്നു. ഇത്തരത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടവും നിറഞ്ഞ ഒരു ഇല്ലത്തേക്കാണ് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും സീമന്തപുത്രനായി മഹാപണ്ഡിതനും ശ്രേഷ്ഠനും ജ്ഞാനിയും ഇതിഹാസവുമായ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജനനം. 14 വയസ്സായപ്പോഴാണ് അദ്ദേഹം സംസ്കൃത പഠനം ആരംഭിച്ചത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് രോഗം പിടിപെടുകയും അത് ഏറെ വർഷം നിലനിൽക്കുകയും ചെയ്തു. ഒടുവിൽ സൂര്യനമസ്കാരം ചെയ്യാൻ ശീലിച്ചതോടെയാണ് രോഗശാന്തി ലഭിക്കാൻ തുടങ്ങിയത്. എന്നാലും അതൊരു ശാശ്വത പരിഹാരമായിരുന്നില്ല. അമ്മയായ ആര്യ അന്തർജനത്തിൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള പ്രാർത്ഥന അദ്ദേഹത്തെ ഭജനയ്ക്കായി ഗുരുവായൂരിലെത്തിച്ചു. ഗുരുവായൂരിൽ വെച്ച് അദ്ദേഹം ബ്രഹ്മശ്രീ പടപ്പന നമ്പൂതിരിയെ പരിചയപ്പെടുകയുണ്ടായി. മഹാപണ്ഡിതനും ജ്ഞാനിയുമായിരുന്ന പടപ്പന നമ്പൂതിരി അദ്ദേഹത്തിന് ഭാഗവതം ചൊല്ലിക്കൊടുത്തു. ഭാഗവതോപദേശം കിട്ടിയാൽ നിത്യേന പാരായണം ചെയ്യണം എന്നാണ് നിയമം. എന്നാൽ ഒരു ഭാഗവതം വാങ്ങാൻ കഴിവില്ലായിരുന്ന ശങ്കരൻ നമ്പൂതിരിക്ക് ഒരു അമ്മിയാരുടെ കയ്യിൽ നിന്നാണ് ഭാഗവതം ലഭിച്ചത്. ഭാഗവതവുമായി ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയെത്തിയ ശങ്കരൻ നമ്പൂതിരി വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ച് ഭാഗവതം നിത്യവും വായിക്കാൻ തുടങ്ങി. ചോർന്നൊലിക്കുന്ന ക്ഷേത്രം അദ്ദേഹത്തെ നന്നേ വിഷമിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെ ഭാഗവത പാരായണവും വിവരണവും പ്രസിദ്ധിയാർജിക്കാൻ തുടങ്ങി. പലയിടങ്ങളിലും അദ്ദേഹം ഭാഗവത പാരായണം നടത്തുകയുമുണ്ടായി. ഭഗവാൻ കൃഷ്ണനെ ഉപാസിച്ചുകൊണ്ടുള്ള നിത്യപാരായണം ക്ഷേത്രത്തിലെ വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. പ്രശ്നം വെച്ചപ്പോൾ ദർശിച്ചത് ഗണപതിയുടെ ആലിംഗനത്തിൽ മടിയിലിരുന്ന് കഥ കേൾക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ്. അങ്ങനെയാണ് ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപമുള്ള ചിത്രം ദർശിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും ഗണപതിയും ഉണ്ണിക്കണ്ണനും ഒരുമിച്ച് വന്നത് എന്ന ചോദ്യത്തിന് ശങ്കരൻ നമ്പൂതിരി നൽകിയ മറുപടി ഇതായിരുന്നു. തന്ത്രശാസ്ത്രത്തിൽ 2 പ്രധാന സംഗതികളുണ്ട്. ഒന്ന്, ഒരു ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയുടെ മൂലമന്ത്രമേ ശ്രീകോവിലിനുള്ളിൽ ചൊല്ലാവൂ. മറ്റൊന്നും പാടില്ല. ഓരോ ദേവനും അർച്ചിക്കാവുന്നതും നിഷിദ്ധവുമായ പൂക്കളുമുണ്ട്. ഇതിനനുസരിച്ച് ഉത്തമ പുഷ്പങ്ങൾ മാത്രമേ ചാർത്താവൂ. നിഷിദ്ധമായവ അരുത്.
ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ ശാസ്ത്രം ഞാനങ്ങ് തെറ്റിച്ചു. രണ്ടാമത്തേതിൽ കൈവച്ചില്ല. ഗണപതിക്ക് അർച്ചിക്കാവുന്നതും അലങ്കരിക്കാവുന്നതുമായ പൂക്കളെ ശ്രീകോവിലിലേക്ക് എടുക്കൂ. ഗണപതിയുടെ മുന്നിൽ ധ്യാന ശ്ലോകത്തിന് പകരം ഭാഗവതമാണ് ഞാൻ വായിച്ചത്. ഗണപതിക്കരികിൽ തന്നെ സാളഗ്രാമം വെച്ച് പൂജയും നടത്തി. ഇതിലൊക്കെ എത്രമാത്രം ശരിയുണ്ടെന്നോ ശാസ്ത്രമുണ്ടെന്നോ ഞാൻ നോക്കിയില്ല. താന്ത്രിക വിധിയേക്കാളും ശാസ്ത്രത്തെക്കാളുമൊക്കെ എൻ്റെ മനസ്സിൽ നിറഞ്ഞൊഴുകിയത് ഭഗവത് സമർപ്പണമായിരുന്നു. ഞാനത് നിരന്തരമായി ചെയ്തു. വിഘ്നേശ്വരനെ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചും പുഷ്പാഞ്ജലികൾ കഴിച്ചും വൈഷ്ണവോപാസന നടത്തിയും ഞാൻ എൻ്റെ ഭഗവത് സേവ മുടങ്ങാതെ നിർവഹിച്ചു. ഇതൊന്നും ശാസ്ത്രവിധിപ്രകാരമല്ല, എനിക്കിങ്ങനെയൊക്കെ തോന്നി, ഞാനത് ചെയ്തു. എന്തോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാവണം വിഘ്നേശ്വര വിഗ്രഹത്തിൽ കൃഷ്ണൻ്റെ രൂപം തെളിഞ്ഞു വന്നത്. ദേവപ്രശ്നത്തിലും തെളിഞ്ഞത് അതാണ്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി 4 പതിറ്റാണ്ടിലേറെ ക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ സാളഗ്രാമം വെച്ച് ഭാഗവതം വായിച്ചു. മള്ളിയൂരിൻ്റെ ആത്മതർപ്പണത്തിൻ്റെ ഫലമായി വിഘ്നേശ്വരനിൽ വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്നുവെന്നാണ് ജ്യോതിഷ പ്രശ്നത്തിൽ വെളിവായത്. ക്ഷിപ്രപ്രസാദിയായ വിഘ്നേശ്വരൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹത്താലാണ് ഇന്ന് കാണുന്ന അത്ര വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറിയത്. ക്ഷേത്രത്തിൽ ദേവിയും ശാസ്താവും അന്തിമഹാകാളനും മറ്റു ഉപദേവന്മാരും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രമതിലിന് വെളിയിലായി നാഗങ്ങളുമുണ്ട്. ഇതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി ഒരു വിഷ്ണു ക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ഒരു ഭദ്രകാളി ക്ഷേത്രവുമുണ്ട്. പുരാതന കാലത്ത് വളരെ പ്രശസ്തമായ 4 ഇല്ലങ്ങൾ മാഞ്ഞൂർ ഗ്രാമത്തിലുണ്ടായിരുന്നു. മള്ളിയൂർ, അരിപ്പള്ളി, പുല്ലരിപ്പുറം, വടക്കേടം. അന്ന് ഈ 4 ഇല്ലക്കാരുടെ മേൽനോട്ടത്തിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം വളരെ ഭംഗിയായി തന്നെ നടന്നു വന്നു. കൂടാതെ ഓരോ ഇല്ലക്കാർക്കും സ്വന്തമായി മറ്റു ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ശിവക്ഷേത്രം, വിഷ്ണുക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം തുടങ്ങിയവ. കാലഗതിയിൽ ഉയർച്ച താഴ്ചകൾ ധാരാളം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ മള്ളിയൂർ ഇല്ലം അന്യം നിന്നു പോകുമോ എന്നുവരെ ശങ്കിച്ചു. ഈ ഘട്ടത്തിൽ മള്ളിയൂരിലെ കാരണവന്മാർ പുല്ലരിപ്പുറത്തു നിന്നും ഒരു ആൺകുട്ടിയെ ദത്തെടുത്തു. അങ്ങനെ പരമ്പരയെ കാത്തു സൂക്ഷിച്ചു. വിധിയുടെ വിളയാട്ടത്തിൽ മറ്റ് 3 ഇല്ലങ്ങളും അന്യം നിന്നുപോയി. അതോടെ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചുമതലയും മള്ളിയൂർ ഇല്ലത്തിനായി. സാമ്പത്തിക ക്ലേശങ്ങൾക്കിടയിലും പൂജ മുടങ്ങാതെ കൊണ്ടുപോയി. പക്ഷേ മറ്റ് 3 ഇല്ലങ്ങളിൽ ഉണ്ടായിരുന്ന ഉപാസനാമൂർത്തികൾക്ക് പൂജാദികൾ ഇല്ലാതാവുകയും ക്രമേണ അതെല്ലാം നശിച്ച് വിഗ്രഹങ്ങളും നഷ്ടമായി. പിൽക്കാലത്ത് മള്ളിയൂർ ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഇക്കാര്യങ്ങൾ ദൈവജ്ഞർ വെളിപ്പെടുത്തി. നശിച്ചുപോയ ക്ഷേത്രാവശിഷ്ടങ്ങൾ സമീപ പ്രദേശത്തു നിന്നും കണ്ടെത്തി. നാടിൻ്റെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠ മള്ളിയൂരിൽ നടത്തിയത്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. തലമുറകൾക്ക് ഭാരതീയ സംസ്കാരത്തെ പകർന്നു നൽകുന്ന ചൈതന്യ കേന്ദ്രങ്ങളായാണ് ക്ഷേത്ര സങ്കേതങ്ങളെ നൂറ്റാണ്ടുകളായി നാം കണക്കാക്കുന്നത്. ക്ഷേത്രത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ, ഭയഭീതികൾ മനസ്സിനെ ഗ്രസിക്കുമ്പോൾ നാം ഈശ്വരനെ ഓർക്കുന്നു. ഈശ്വരൻ്റെ വാസസ്ഥാനമാകുന്ന ക്ഷേത്രത്തെയും. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ക്ഷേത്രമാണിത്. കോട്ടയത്ത് നിന്ന് വൈക്കത്തേക്കുള്ള ഹൈവേയിൽ 200 മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് 3 കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്ന് 17 കിലോമീറ്ററും വൈക്കത്ത് നിന്ന് 16 കിലോമീറ്ററും അകലെയാണ് ആദിത്യപുരം ക്ഷേത്രം. ഞാൻ വന്നത് എറണാകുളത്ത് നിന്നും കടുത്തുരുത്തിയിൽ വന്നിട്ടാണ്. കടുത്തുരുത്തിയിൽ നിന്നും കല്ലറ റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ ആദിത്യപുരം സ്റ്റോപ്പിലെത്താം. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ഇതാണ് പ്രശസ്തമായ ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. സൂര്യനാരായണ ഭഗവാൻ പ്രധാന മൂർത്തിയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഉപദേവതകളായി ദുർഗ, ഭഗവതി, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മരങ്ങാട്ടുമന എന്ന കുടുംബത്തിൻ്റെ വകയാണ് ഈ ക്ഷേത്രം.
വിശ്രമിക്കാനായി ഖരൻ 3 ശിവലിംഗങ്ങളും നിലത്ത് വെച്ചു. വീണ്ടും എടുത്ത് യാത്ര തുടങ്ങാൻ നോക്കുമ്പോൾ ശിവലിംഗങ്ങൾ അവിടെ ഉറച്ചിരിക്കുന്നതായി ബോധ്യപ്പെട്ടു. ഈ സമയം മഹാതപസ്വിയായ വ്യാഘ്രപാദ മഹർഷിയെ കാണുകയും അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ച് ഖരൻ മോക്ഷം നേടുകയും ചെയ്തു. അന്ന് വലതുകൈയിലെ ശിവലിംഗം വൈക്കത്തും ഇടതുകൈയിലേത് ഏറ്റുമാനൂരും കടിച്ചു പിടിച്ചിരുന്നത് കടിച്ചിരുത്തിയത് കടുത്തുരുത്തിയിലുമാണ് പ്രതിഷ്ഠിതമായതെന്നുമാണ് വിശ്വാസം. കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് കരുതപ്പെടുന്നു. വൈക്കം പട്ടണത്തിന്റെ ഏതാണ്ട് ഒത്ത നടുക്കായി 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി സമേതം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു പേരുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഈ മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം സംഘടിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ക്ഷേത്രത്തിനു ചുറ്റും ഒരു കോട്ട പോലെ ആനപ്പള്ളമതിൽ പണിതിട്ടുണ്ട്. 4 ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും അവ കാഴ്ചയിൽ ചെറുതും അനാകർഷകങ്ങളുമാണ്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലാണ്. സാമാന്യം വലിപ്പമുള്ള ഈ ആനക്കൊട്ടിലിന്റെ വടക്കുഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടി ഈ അരയാലിനുണ്ട്. വ്യാഘ്രപാദ മഹർഷി തപസ് അനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതീ സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഇവിടെ വച്ചാണ് എന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെ തൊഴുതിട്ടാണ് ഭക്തർ ശിവനെ തൊഴാൻ ചെല്ലുന്നത്. അല്പദൂരം കൂടി നടന്നാൽ താരതമ്യേന പുതിയ മറ്റൊരു ആനക്കൊട്ടിലെത്താം. ക്ഷേത്രത്തിലെ വിവാഹം, ചോറൂണ്, ഭജന, അടിമകിടത്തൽ, തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ്. ഉത്സവക്കാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ്. ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം. അവയിൽ നിരവധി ദേവരൂപങ്ങളുണ്ട്. ഇതിനപ്പുറമാണ് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത്. ഉത്തുംഗമായ ഈ കൊടിമരത്തിന് ഏകദേശം 600 അടി ഉയരമുണ്ട്. കൊടിമരത്തിനപ്പുറം ബലിക്കൽപുരയാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദ്വാരപാലകരുമുണ്ട്. ഇവിടെയാണ് 10 അടിയിലധികം ഉയരം വരുന്ന ഭീമാകാരമായ വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് ഒരു കെടാവിളക്കുണ്ട്. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കാണാം. भजमन राधे गोविंद भजमन राधे गोविंद भजमन राधे गोविंद
ഹരേ കൃഷ്ണ. ഒരിക്കൽ ശ്രീകൃഷ്ണൻ ബലരാമാദികളോടൊത്ത് ദ്വാരകാപുരിയിൽ വാഴുന്ന കാലത്ത് ഒരു ദിവസം അർജുനൻ ഭഗവാനെ കാണാനായി അവിടെ എത്തുന്നു. സൽക്കാരാദികൾക്ക് ശേഷം തൻ്റെ ഒപ്പം കുറച്ചു ദിവസം കൊട്ടാരത്തിൽ താമസിക്കാൻ കൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെട്ടു. അർജുനൻ അപ്രകാരം കൊട്ടാരത്തിൽ അതിഥിയായി വസിക്കുന്ന ഒരു നാളിൽ ഒരു ബ്രാഹ്മണൻ തൻ്റെ 9ാമത്തെ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹവും കയ്യിലേന്തി കൊട്ടാരത്തിലെത്തി വിലപിക്കുന്നതും ഭഗവാനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് അർജുനൻ കാണുവാനിടയായി. കൃഷ്ണനും ബലരാമനും ഇതൊന്നും കണ്ട ഭാവം നടിക്കാതെ ഇരിക്കുന്നത് കണ്ട അർജുനൻ ബ്രാഹ്മണനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. തൻ്റെ 9 പുത്രന്മാരും പ്രസവ സമയത്ത് തന്നെ മരിച്ചു പോവുകയും ഓരോ തവണയും മൃതദേഹവുമായി ഭഗവാന്റെ അടുത്തെത്തി സങ്കടങ്ങൾ ബോധിപ്പിച്ചിട്ടും അദ്ദേഹം കനിഞ്ഞില്ലെന്നും മറ്റും ബ്രാഹ്മണൻ അർജുനനോട് പറയുന്നു. അങ്ങ് വിഷമിക്കേണ്ട എന്നും 10ാമത് ഒരു പുത്രൻ ജനിച്ചാൽ ആ പുത്രനെ താൻ രക്ഷിക്കാമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്ത് ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ ബ്രാഹ്മണന് വാക്ക് നൽകി. അർജുനന്റെ സത്യത്തിൽ വിശ്വസിച്ച് ബ്രാഹ്മണൻ ഉത്സാഹത്തോടെ തൻ്റെ ഗൃഹത്തിൽ മടങ്ങിയെത്തി നടന്ന സംഭവങ്ങളെല്ലാം പത്നിയെ അറിയിക്കുന്നു. അനന്തരം പ്രാർത്ഥനാതൽപരായി വസിക്കവേ ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭം ധരിച്ചു. പ്രസവനാൾ അടുത്തുവെന്ന് പത്നി ബ്രാഹ്മണനെ അറിയിച്ചപ്പോൾ അർജുനനെ കൂട്ടിക്കൊണ്ടുവരാനായി ബ്രാഹ്മണൻ പുറപ്പെടുന്നു. അതിൻ പ്രകാരം ബ്രാഹ്മണ ഗൃഹത്തിലെത്തുന്ന അർജുനൻ പേറ്റുനോവിന് മുമ്പേ സൂതികാഗൃഹത്തിന് ചുറ്റും ശരകൂടം തീർത്തു. ഇനി ആ വഴി ഒരു ഈച്ച പോലും ആ സ്ത്രീയുടെ അരികിലെത്തില്ല. കാത്തുനിന്ന സമയം വന്നു ചേർന്നു. ബ്രാഹ്മണ പത്നി ഒരു ഉണ്ണിയെ പ്രസവിച്ചു. എങ്കിലും 10ാമനായ ആ ഉണ്ണിയുടെ മൃതദേഹം പോലും അപ്രത്യക്ഷമായി. 10ാമത്തെ പുത്രന്റെ മൃതദേഹം പോലും കാണാനാവാതെ വന്ന ബ്രാഹ്മണൻ കോപത്താൽ അർജുനനെ അധിക്ഷേപിച്ചു. നിരാശയോടെ അവിടെ നിന്നും മടങ്ങിയെത്തിയ അർജുനൻ സ്വർഗത്തിലും പാതാളത്തിലും മറ്റു ലോകങ്ങളിലും കുട്ടിയെ തെരഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ ദ്വാരകയിൽ മടങ്ങിയെത്തി അഗ്നിപ്രവേശനത്തിനൊരുങ്ങിയപ്പോൾ കൃഷ്ണൻ തടഞ്ഞുകൊണ്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെയും കൂട്ടി അനേക ലോകങ്ങൾ കടന്ന് ക്ഷീരസാഗരത്തിലെത്തിയപ്പോൾ അനന്തശായിയായ സന്താനഗോപാലിനെയും ചുറ്റും ഓടിക്കളിക്കുന്ന ബ്രാഹ്മണ ശിശുക്കളെയും കണ്ടു. അർജുനന്റെ അഹംഭാവം ശമിപ്പിക്കുന്നതിനും നരനാരായണന്മാരെ ഒന്നിച്ച് കാണുന്നതിനുമായിട്ടാണ് ഇപ്രകാരമൊക്കെ ചെയ്തതെന്ന് മഹാവിഷ്ണു പറയുന്നു. കുട്ടികളെ മടക്കി നൽകിയതിനൊപ്പം സന്താനഗോപാലമൂർത്തിയായി ഒരു വിഗ്രഹവും അർജുനന് മഹാവിഷ്ണു നൽകി യാത്രയയച്ചു. ഇപ്രകാരം അർജുനന് ലഭിച്ച വിഗ്രഹമാണ് തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കേരളത്തിലെ അപൂർവ നാഗക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തറ നടക്കാവിലെ ആമയുടെ ക്ഷേത്രം. നാഗാരാധനയ്ക്കായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ആമയുടെ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും സവിശേഷതകളും അറിയാം. ആമയുടെ ക്ഷേത്രം എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ നിന്ന് 8 കിലോമീറ്റർ തെക്ക് മാറി ആമേട എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. വേമ്പനാട്ടുകായലിൻ്റെ പരിസരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അനേക കാലം മുമ്പ് പരശുരാമൻ കേരളത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്തെത്തിയെന്നും വേമ്പനാട്ടുകായലിലൂടെ സപ്തമാതൃക്കൾ ആമയുടെ പുറത്ത് പോകുന്നതായി അദ്ദേഹത്തിന് ദർശനം കിട്ടിയെന്നും അവരെ കേരളത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വേദഗിരിമലയിലാണ്. ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിലത്തിരുന്ന് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന ആ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ ശിലാപ്രതിമകൾ. വേദവ്യാസ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി 5 ശിലകൾ നമുക്ക് കാണാം. അത് പഞ്ചപാണ്ഡവരെ അനുസ്മരിപ്പിക്കുന്നു. പാണ്ഡവരുടെ വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെയെത്തി വിദ്യ അഭ്യസിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ആധുനിക യുഗത്തിലും ഒരു ചെറുവനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഈ വേദഗിരിമലയും പ്രദേശങ്ങളും മനസ്സിൽ അനുഭൂതിയുടെ കുളിർകാറ്റു വീശുന്നു. ഉയരങ്ങളിലേക്ക് എത്തും തോറും മനസ്സിൻ്റെ ശാന്തതയും ആത്മീയതയും ഏറെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വേദഗിരിമല. പാണ്ഡവകാലത്ത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ആ ജീവിത കാലഘട്ടം നാം ഇന്നോർമ്മിക്കുമ്പോൾ എത്രയെത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക. വേദഗിരിമലയിലെത്തുമ്പോൾ ആ പാണ്ഡവകാലത്തേക്ക് സന്ദർശകരുടെ മനസ്സ്
അറിയാതെ സഞ്ചരിച്ചു പോകും എന്നത് തീർച്ച. വേദഗിരിമലയിലെ പഞ്ചതീർത്ഥം വില്ലാളി വീരനായ അർജുനൻ അമ്പെയ്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വയംഭൂവായി എന്ന് വിശ്വസിക്കപ്പെടുന്ന വേദവ്യാസ പ്രതിഷ്ഠ സന്ദർശകർക്ക് പോയ കാലത്തിൻ്റെ അടയാളശിലകളായി മനസ്സിൽ പതിയും. വേദഗിരിമലയിൽ എപ്പോഴും വീശിയടിക്കുന്ന കാറ്റ് പ്രകൃതിയുടെ സാന്ത്വന സ്പർശം പോലെ സന്ദർശകരെ തഴുകിക്കടന്നു പോകുന്നു. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയിൽ ലയിച്ചും പാണ്ഡവക്കാലത്തെ ഓർമ്മകളും അയവിറക്കി സന്ദർശകർക്ക് വേദഗിരിമലയിൽ നിന്നും മടക്കയാത്ര.